വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സംയുക്ത പരിശോധനയുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും രംഗത്ത്. ആദ്യഘട്ടത്തിൽ സ്ഥിരം അപകടമുണ്ടാകുന്ന മേഖലകളിലാണ് വാഹന പരിശോധന നടത്തുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നെടുമുടി ജ്യോതി ജംഗ്ഷന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6:30 വരെ സംയുക്ത പരിശോധന നടന്നു. ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ അപകടമടക്കം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനകൾക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ സ്ഥിരം അപകടമുണ്ടാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വാഹന പരിശോധന. മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ, അമിത വേഗത, ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ് ശീലം, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതിരിക്കൽ തുടങ്ങി അടിമുടി പരിശോധനയുണ്ടാകും. ഉറക്കമൊഴിച്ചുള്ള ഡ്രൈവിംഗിന് തടയിടാനും മറ്റു നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമായി രാത്രികാലങ്ങളിലും പരിശോധന നടത്തും. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ ആരംഭിച്ച വാഹന പരിശോധന RTO AK ദിലു ഉദ്ഘാടനം ചെയ്തു. ജപം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലൂടെ വാഹന അപകടങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് ലക്ഷ്യം. ബോധവൽക്കരണത്തിലൂടെ ഇത് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അധികാരികൾക്കുള്ളത്. സംസ്ഥാനത്ത് പ്രധാനമായും ഒരു 5 ആക്സിഡന്റ് നടന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനം ഒട്ടാകെ ഞങ്ങൾ ജപം 2024 എന്ന പ്രോഗ്രാമിലാണുള്ളത്. ഇന്നലെയാണ് അതിന്റെ പ്രോഗ്രാമിന്റെ ഡിസൈൻ ആയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പും പോലീസുമായിട്ടുള്ള കോമ്പിനേഷനിലുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, സാധാരണ നിങ്ങൾ കാണുന്ന മാതിരിയുള്ള ചെക്കിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. റോഡിൽ ഇറങ്ങിയിട്ട് ഇവരെ അലർട്ടാക്കുക, അതായത് ഡ്രൈവർമാരെ അലർട്ടാക്കുക, അവരെ നിർത്തുക, അവരെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ കേസെടുക്കാം, ലൈസൻസിലേക്ക് കേസെടുക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ ഉപദേശിക്കുക. അത്തരത്തിലുള്ള ഒരു ജപം എന്ന് പറഞ്ഞാൽ ആ വാർഡിന്റെ അർത്ഥം അങ്ങനെ തന്നെ. ശിക്ഷാ നടപടിയിലേക്കുള്ളതിനല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ആൾക്കാരെ ഒന്നുകൂടി ഉണർത്തുക, ആൾക്കാരെ അലർട്ടാക്കുക, ആൾക്കാരെ ഉപദേശിക്കുക, ആൾക്കാർക്ക് ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. വളരെ ചെറിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നെങ്കിൽ അവരെ ഇത് കാട്ടിക്കൊടുക്കുക. അതൊക്കെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അമിതമായിട്ടുള്ള ആവേശം കാട്ടാതെ വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ആ സന്ദേശമാണ് ജനങ്ങളിലേക്ക് ഞങ്ങൾ സന്നിവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ഉപയോഗിച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നവരെ ശക്തമായി നേരിടാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. അപകടം വരുത്തിവെക്കുന്ന ഇത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളുണ്ടാകും. ഡ്രൈവർമാരെ അലർട്ട് ചെയ്യുക, അപകടത്തിനുള്ള സാധ്യത എപ്പോൾ വേണേലും ഉണ്ട് എന്നുള്ള ഒരു ബോധം ഈ ഡ്രൈവർമാരിൽ ഉണ്ടാവണം. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം. ഇനി അതുകൂടാതെ മദ്യപിച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചാണോ ഈ വാഹനം ഓടിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് പരിശോധന ഉണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ പുറത്ത് കർശനമായ നടപടി ഉണ്ടാവും. ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഫോണിൽ സംസാരിച്ചുണ്ടോ വണ്ടി ഓടിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് തുടങ്ങിയ ധരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധനയിലുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി ഇതുപോലെ ഒരു അപകടം കേരളത്തിൽ ഉണ്ടാവരുത്. കേരളത്തിന്റെ റോഡിൽ ഇനി ചോര ചീന്തരുത്. ഇനി ഒരു മാതാപിതാക്കളുടെയും കണ്ണുനീര് വീഴരുത്. നമ്മൾ വളരെ ജാഗ്രത പുലർത്തുകയാണ്. കേരള ഗവൺമെന്റും മോട്ടോർ വാഹന വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അപകടരഹിതമായ ഒരു സുരക്ഷിത പാത ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും അപകടങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. 24 കിലോമീറ്റർ റോഡിന് ഇരുവശവും ഫുട്പാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന ജംഗ്ഷനുകളടക്കമുള്ള പലയിടങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല. ഇക്കാരണത്താൽ രാത്രികാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. ഇത് കണക്കിലെടുത്ത് AC റോഡിൽ രാത്രികാല പരിശോധനകളും ഉണ്ടാകും. ചെറിയ ചെറിയ ഒഫൻസുകളെ നമ്മൾ ഉപദേശിച്ച് 1 മാസം കൊണ്ട് അവരെ മാറ്റിയെടുക്കുകയും, അതേപോലെ തന്നെ വലിയ ഒഫൻസുകൾ, വലിയ കുറ്റകൃത്യങ്ങൾ, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുക, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ മറ്റു വാഹനങ്ങളെ മറികടന്ന് സിക്സാഗ് രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒഫൻസുകളെ നമ്മൾ കാര്യമായിട്ട് ബുക്ക് ചെയ്യുകയും, അതേപോലെ തന്നെ ചെറിയ ചെറിയ ഒഫൻസുകൾക്ക് നമ്മൾ ഉപദേശം കൊണ്ട് അവരെ മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള ഒരു ഡ്രൈവാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. AC റോഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ആ പാർക്കിങ്ങിന് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു വാഹനം പോലും ശരിയായ രീതിയിൽ നമുക്ക് ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഇത്തരം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ, പാർക്ക് ലൈറ്റ് പോലും തെളിയിക്കാതെ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ, പെട്ടെന്ന് പുറയിൽ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറുകാരനോ ബൈക്കുകാരനോ ഈ വാഹനങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് റോഡിലേക്ക് വലത്തേക്ക് വെട്ടിച്ച് തിരിക്കുകയും പുറകെ വരുന്ന വാഹനങ്ങൾ തട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് AC റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, AC റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ വളരെ കുറവാണ്.
അപ്പോൾ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളെ ശരിയായ രീതിയിൽ ദൂരെ നിന്ന് കണ്ടു വരാൻ യാത്രക്കാർക്ക് പറ്റാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച വാഹന പരിശോധനയ്ക്ക് RTO AK ദിലു, എൻഫോഴ്സ്മെന്റ് RTO R രമണൻ, പുളിങ്കുന്ന് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദബാബു, കുട്ടനാട് ജോയിന്റ് RTO S സുബി എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 16 വരെയാണ് സംയുക്ത വാഹന പരിശോധന നടക്കുക. ആലപ്പുഴ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പരിശോധനയുണ്ടാകും. ചെറിയ കുറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ ഉപദേശിച്ച് തിരുത്താനാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും തീരുമാനം. അതേസമയം മറ്റുള്ളവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഡ്രൈവിംഗ് സംസ്കാരമാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ തീർച്ചയായും ചെറിയ പിഴയിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല. റോഡ് നിങ്ങളുടേത് മാത്രമല്ലെന്ന തിരിച്ചറിവോടുകൂടി വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ക്യാമറമാൻ അലനൊപ്പം VR വിനോദ്, KCV ന്യൂസ്.